കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വീണ്ടും കർത്താവ് ഒരുക്കി തന്ന വിലയേറിയ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. 2026 2-ാം മാസവും ജയത്തോടെ നമ്മളെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന കേൾക്കുന്ന ഈ ശുശ്രൂഷയുടെ ഭാഗമായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്തീയ വന്ദനം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിരന്തരം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നമ്മളെ ജീവിപ്പിക്കുന്നു, സത്യത്തിൽ നമ്മളെ വഴി നടത്തുന്നു, ദൈവാത്മാവിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ നമ്മളെ സഹായിക്കുന്നു. അതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. തിരുവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. അല്പം മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ഒരു തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്നു അവനെ ശുശ്രൂഷിച്ചു. പലപ്പോഴും വായിക്കുകയും ഗ്രഹിക്കുകയും ആലോചനകൾ ഏറ്റെടുക്കുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചന ഭാഗമാണ് വായിച്ചു കേട്ടത്. വ്യത്യസ്തമായ ദൈവിക ദൂതുകൾ പലപ്പോഴായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. എന്നാൽ ഈ ചിന്തയിൽ കൂടെ ഒരു പുതിയ ആലോചന ദൈവം നമുക്ക് പകരുവാൻ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമായിരിക്കുവാൻ ഞാൻ നിങ്ങളെ ക്രിസ്തുവിൽ ആഹ്വാനം ചെയ്യുകയാണ്. ബൈബിൾ നാം പഠിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാം ആത്മാവിൻ്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങുന്ന ഒരു യേശു ക്രിസ്തുവിനെ. അതേ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം, ആ കൽപ്പന യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ ഏറ്റ് താൻ കരേറി വരുമ്പോൾ തന്നെ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് റാവുന്ന പോലെ യേശു കർത്താവിന് ഇറങ്ങി വരികയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു യേശുവിനെ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ള ആ സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ട് പുറപ്പെടുന്ന കർത്താവ് യോർദാൻ വിട്ട് മടങ്ങുന്നത് ആത്മാവിൻ്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ്. മത്തായി സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തുന്നതായി നയിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അത് എന്തിനെന്ന് ചോദിച്ചാൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അത്രേ മരുഭൂമിയിലേക്ക് യേശു കർത്താവിനെ നടത്തിയത്. അപ്പം ദൈവം അറിയാത്ത ഒരു പരീക്ഷ ഒരു ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയുവാനാണ് പ്രത്യേകിച്ച് ഈ തിരുവചനമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ ഇന്ന് പകൽക്കാലം വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഞാൻ ഈ വായിച്ച വചനവുമായി ബന്ധപ്പെട്ട് അവിടെ 3 വ്യക്തികളെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, പരിശുദ്ധാത്മ നിറഞ്ഞവനായി യോർദാൻ വിട്ട് ആത്മാവിനാൽ നിയോഗിതനായി മരുഭൂമിയിലേക്ക് വന്നിരിക്കുന്ന യേശു കർത്താവ്. 2, യേശുവിനെ പരീക്ഷിക്കുവാൻ അവിടെ ഉണ്ടായിരുന്ന പിശാച്, അതായത് സാത്താൻ. 3-ാമത് കർത്താവിൻ്റെ ദൂതന്മാർ. ഈ 3 വ്യക്തികളെ നമുക്കവിടെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ പ്രത്യേക ചില നിമിഷങ്ങളിൽ നാം ഒറ്റപ്പെട്ടു പോകാറുണ്ട്. നമ്മെ സഹായിക്കുമെന്ന്, നമ്മളെ കരുതുമെന്ന്, നമുക്ക് ആശ്വാസമായി, നമുക്ക് തുണയായി, നമ്മുടെ പ്രതിസന്ധികളുടെ പ്രത്യേകിച്ച് പരീക്ഷയുടെയൊക്കെ സമയങ്ങളിൽ നമ്മുടെ കരം ചേർത്ത് പിടിച്ച് നമ്മളെ കൂടെ നിർത്തുമെന്ന് നമ്മൾ ആഗ്രഹിച്ചവരൊക്കെ മാറിപ്പോകുന്ന സമയങ്ങൾ, അത് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെ നടുവിലാകുമ്പോൾ താങ്ങാവുന്നതിനപ്പുറമായി ഭാരവും പ്രയാസമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതേ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവ് മരുഭൂമിയിൽ താൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദീർഘദിവസങ്ങളായിരുന്നു. പരീക്ഷകൾ എടുത്തു വരുന്നു. തന്നെ പരീക്ഷയ്ക്കായി പിതാവായ ദൈവം അയക്കുമ്പോൾ 3 ചോദ്യങ്ങളും അതിന് മറുപടികളും കർത്താവോട് നൽകുന്നത് നമുക്ക് കാണാം. യേശു കർത്താവ് പരീക്ഷ മുഴുവനും ജയിച്ചത് വചനത്തിൽ കൂടിയാണ്. വചനം തൻ്റെ നാവിലെടുത്ത് പിശാചിനോട് പറയുമ്പോൾ ആ പരീക്ഷയിലെല്ലാം തോറ്റ് പിന്മാറുന്ന ഒരു പിശാചിനെ, ഒരു സാത്താനെ നമുക്കവിടെ കാണുവാൻ കഴിയും. ശ്രദ്ധിച്ചേ, ആ പരീക്ഷയിൽ ഉടനീളം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ യേശു കർത്താവിന് സഹായമായി
ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പകൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളിൽ, നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചവരാരും പക്ഷേ നിങ്ങളുടെ കൂടെ കാണത്തില്ല. എങ്കിലും ഉറയ്ക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു ജയാളിയാക്കി നടത്തുവാൻ ശക്തിയുള്ളവനാണ്. ഇവിടെ യേശു കർത്താവ് പരീക്ഷയെല്ലാം തികച്ച് പരീക്ഷകനായ സാത്താൻ, പിശാച് തന്നെ വിട്ടു പോകുന്ന ഒരു നിമിഷം, ആ പോകുന്ന നിമിഷത്തിലാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ, അതായത് വാക്യം പറയുന്ന ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. ഒരിക്കലും ഈ പരീക്ഷയിൽ യേശു കർത്താവിനെ സഹായിക്കാൻ വേണ്ടിയല്ല ദൂതന്മാർ അവിടെ ഉണ്ടായിരുന്നത്, മറിച്ച് ശുശ്രൂഷ അല്ലെങ്കിൽ യേശുവിനെ ശുശ്രൂഷിപ്പാൻ, പരീക്ഷ ജയിച്ചു നിൽക്കുന്ന യേശു കർത്താവിനെ ശുശ്രൂഷിപ്പാൻ വേണ്ടിയായിരുന്നു ദൂതന്മാരെ അവിടെ സ്വർഗം കൽപ്പിച്ചാക്കിയത്. ഞാൻ ആഗ്രഹിക്കുന്നത്, ചില പ്രതിസന്ധികളുടെ നടുവിൽ നാം ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതികൂലത്തിന് നടുവിൽ എന്നെ സഹായിക്കാൻ ഞാൻ പ്രതീക്ഷിച്ചവരാരും വന്നില്ലല്ലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാകും. നിങ്ങൾക്കറിയാം, ബെഥാനിയിൽ യേശു ഏറ്റവും സ്നേഹിച്ച മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും ഭവനം. ലാസർ ദീനമായി കിടക്കുമെന്ന് പറഞ്ഞ നിമിഷം തന്നെ യേശു വരുമെന്നും ലാസറിനെ സൗഖ്യമാക്കുമെന്നും ആ കുടുംബം പൂർണ്ണമായി വിശ്വസിച്ചതാണ്. എന്നാൽ അവർ പ്രതീക്ഷിച്ച സമയത്തൊന്നും യേശു കർത്താവ് അവിടെ വന്നില്ല. ആ വരാത്തത് കൊണ്ട് അവർക്ക് വിടുതലില്ല എന്നല്ല, ദൈവത്തിൻ്റെ മഹത്വം തക്ക സമയത്ത് ആ ഭവനത്തിൽ വെളിപ്പെട്ടു. നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായ ഒരു പരിശോധന ഒരിക്കലും പിതാവായ ദൈവം നിങ്ങൾക്ക് നൽകി തരത്തില്ല. വിശ്വസിക്കുക, നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുന്ന, നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുന്ന പരീക്ഷ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അയക്കത്തുള്ളൂ. അതുമാത്രമല്ല, പരീക്ഷയോടുകൂടെ പോക്കുവഴികളും ഒരുക്കി നമ്മെ ജയോത്സവമായി നടത്തുവാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ഈ വചനം പഠിക്കുമ്പോൾ സാത്താൻ വിട്ടുപോകുന്ന, പരീക്ഷകൻ വിട്ടുമാറുന്ന ഒരു സമയത്തിലാണ്, അതായത് യേശു കർത്താവ് തനിയെ പരീക്ഷ ജയിച്ച ശേഷമാണ് തൻ്റെ ദൂതന്മാർ തന്നെ ശുശ്രൂഷിപ്പാനായി അടുത്തേക്ക് വരുന്നത്. ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കണം എന്ന് സ്വർഗം ആഗ്രഹിക്കുന്ന ചില മേഖലകളുണ്ട്. അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ചില മേഖലകളിൽ ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമായ ഒരു പരീക്ഷ ഒരിക്കലും ദൈവം നിങ്ങളുടെ പക്കൽ വെക്കത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അബ്രഹാം മകനുമായി യാഗത്തിന് പോകുമ്പോൾ മകനെ ദഹിപ്പിക്കുവാനുള്ള വിറക് ഇസ്ഹാക്കിൻ്റെ തോളിലേക്ക് അപ്പനെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ ചോദിക്കുന്നുണ്ട്, കർത്താവെ എന്നെ സഹായിപ്പാൻ, ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ, എന്നോട് കൂടെ നിൽക്കുവാൻ, എനിക്ക് വേണ്ടി സംസാരിപ്പാൻ, എനിക്ക് വേണ്ടി പോകുവാൻ, എനിക്ക് വേണ്ടി വരുവാൻ ആരുമില്ലല്ലോ. ആരും വേണ്ട പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ബലത്തോടെ ചിലയിടങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കുവാൻ കണ്ടിരിക്കുകയാണ്. ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ ഒറ്റ മനുഷ്യനെ പോലെ മിദ്യാന്റെ ശക്തികളെ തോൽപ്പിക്കും. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എവിടേക്കെയോ ഏകാന്തതകൾ, ഒറ്റപ്പെടൽ, തനിച്ചു പോയി ചില മേഖലകളിൽ പോരാടേണ്ടതായി വരുന്നവർ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുക. നിരാശപ്പെടരുത്, കർത്താവിൽ വിശ്വസിക്കുക. സഹായത്തിനായി മറ്റാരെയും നിങ്ങൾ ഈ ദിവസങ്ങളിൽ ആശ്രയിക്കേണ്ട. നിങ്ങൾ മറ്റാരെയും ഈ ദിവസങ്ങൾ നിങ്ങളെ സഹായിക്കാനായി മറ്റാരെങ്കിലും വരുമെന്ന് നിങ്ങൾ കാത്തിരിക്കേണ്ട. ചില പരീക്ഷകളെ ജയിക്കുവാനുള്ള ദൈവിക അധികാരത്തെ, ദൈവിക അഭിഷേകത്തെ കർത്താവ് നിങ്ങളുടെ മേൽ തന്നിട്ടുണ്ട്. നിശ്ചയമായും ഈ ദിവസങ്ങളിൽ നിങ്ങൾ തനിച്ച്, നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങളെ ജയിക്കും. അതിനുള്ള കരുത്ത് ദൈവം തന്നിട്ടുണ്ട്. ജയാളിയായി നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങളെ ശുശ്രൂഷിപ്പാനായി മാനുഷിക വ്യക്തിത്വങ്ങളല്ല ദൈവം കൽപ്പിച്ചാക്കുന്നത്. അതേ, സ്വർഗത്തിലെ ദൂതന്മാർ, നമ്മുടെ സേവാത്മാക്കളായ ദൈവദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വരും. അതിപ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കലുണ്ട് പ്രിയപ്പെട്ടവരെ. വിശ്വസിക്കുക, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജയാളിയായി മാറുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാന്നിധ്യം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെടൽ, നിന്ദകൾ, പരിഹാസങ്ങൾ എല്ലാവരാലും അകന്നുമാറി ഏകാന്തതകൾ
അതെല്ലാം ജീവിതത്തിൻ്റെ നന്മയ്ക്കായി തീർന്നു എന്ന് പറയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി ഈ ജനത്തിനു വേണ്ടി കർത്താവ് ഇപ്പോൾ അയക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ ദൈവം ശക്തീകരിക്കണം, ഇവരെ ദൈവം ബലപ്പെടുത്തണം. എന്തുകൊണ്ട് ഞാൻ തനിച്ചായിപ്പോയി എന്ന ചോദ്യത്തിന് ദൈവാത്മാവ് ദിവസങ്ങളിൽ ജയം നൽകി മറുപടി കൽപ്പിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. കൃപയുടെ ദൈവം നിങ്ങളെ ജയാളിയായി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒറ്റയ്ക്ക് പൊരുതാം. കൃപയുടെ ദൈവം നിങ്ങളെ സഹായിക്കണം.